ഓക്കെ, ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ദ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ. സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ ഓപ്ഷൻസിനകത്തുള്ളത് കമ്പയറിംഗ് ടു ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഓർ മോർ ദാൻ ടു ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻസിനകത്തുള്ളത്. അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ അറിയുന്നവർ താഴെ കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ജൂൺ 2024 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ള ഒരു ഏരിയ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് റിസർച്ചിലെ പല സ്റ്റെപ്പുകളുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് വരുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഉള്ള ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാരാമെട്രിക് ടെസ്റ്റുകളും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും എന്തൊക്കെയാണ് എന്നുള്ള ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളതാണ് അറിയേണ്ടത്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, പാരാമെട്രിക് ടെസ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഡാറ്റ ഫ്ലോസ് എ സ്പെസിഫിക് പ്രോബബിലിറ്റി distribution and have fixed parameters like mean and variance. അതായത് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ചില പ്രത്യേക പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, പാരാമീറ്റർ എന്ന് പറയുന്നത് മീന്, അല്ലെങ്കിൽ അറിയാലോ എന്താ മീന്, അല്ലെങ്കിൽ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മീന്, വേരിയൻസ് പോലുള്ള പ്രത്യേക പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബെൽ ഷേപ്പ്ഡ് കർവ് ഫോളോ ചെയ്യുന്ന ടൈപ്പ്, അങ്ങനെ ഫോളോ ചെയ്യുന്ന ഡാറ്റയിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളത്. അറിഞ്ഞിരിക്കുക, പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, അത് എപ്പോഴും അതിൻ്റെ പ്രസൻസ് ഓഫ് പാരാമീറ്റേഴ്സിലേക്ക് മീൻ ആൻഡ് വേരിയൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള ഫിക്സ്ഡ് പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റയിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ. പാരാമെട്രിക് ടെസ്റ്റുകൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ എപ്പോഴും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബെൽ ഷേപ്പ്ഡ് കർവ്, ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് അറിയാലോ, അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് ടൈപ്പ് ഡാറ്റ ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ സാമ്പിൾ സൈസ് 30 കൂടുതലാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ നടത്തുക. സാമ്പിൾ സൈസ് ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 30. ഹോമോജീനിറ്റി ഓഫ് വേരിയൻസ്, അല്ലെങ്കിൽ വേരിയൻസിന്റെ സിമിലർ സ്പ്രെഡ് അക്രോസ് ഗ്രൂപ്പ്സിനിടയിലുള്ള വേരിയൻസ് ഹോമോജീനിയസ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡാറ്റ മെഷർ ചെയ്യുന്നത് ഇന്റർവെൽ സ്കെയിലിലോ റേഷ്യോ സ്കെയിലിലോ ആയിരിക്കണം എന്നുള്ളതാണ്. ഡാറ്റ എന്ന് പറയുന്നത് ഇന്റർവെൽ സ്കെയിൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലുള്ള ഡാറ്റ ആയിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും മെഷർ ചെയ്യുന്ന ഡാറ്റയിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, സാമ്പിൾ സൈസ് ലാർജ് ആയിരിക്കണം, ഹോമോജീനിറ്റി വേണം, അതുപോലെ തന്നെ ഇന്റർവെല്ലോ റേഷ്യോ സ്കെയിലോ ആയിരിക്കണം എന്നുള്ളതാണ് പാരാമെട്രിക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അസംഷൻസ് എന്നുള്ളത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ മീൻസ് ഓഫ് ടു ഗ്രൂപ്പ്സ്, രണ്ട് ഗ്രൂപ്പുകളുടെ മീൻ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ടി ടെസ്റ്റ് എന്നുള്ളത്. അടുത്തൊന്നാണ് അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ടെസ്റ്റ് എന്നുള്ളത്. കമ്പയർ മീൻസ് ഓഫ് മോർ ദാൻ ടു ഗ്രൂപ്പ്സ്, രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ ടെസ്റ്റ് എന്നുള്ളത്. ഡിഫറൻസ് മനസ്സിലാക്കുക. ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളും, അനോവ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പുകളുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് അതിന്റെ മീൻ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് പിയേഴ്സൺ കോറിലേഷൻ എന്നുള്ളത്. പിയേഴ്സൺ കോറിലേഷൻ മെഷേഴ്സ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസിന്റെ ഇടയിലെ ലീനിയർ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിയേഴ്സൺ കോറിലേഷൻ. അടുത്തൊന്നാണ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് പ്രെഡിക്ട്സ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് റിഗ്രഷൻ ടെസ്റ്റ് എന്നുള്ളത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമെട്രിക് ടെസ്റ്റുകൾ എന്നുള്ളത്. ടി ടെസ്റ്റ്, അനോവ, പിയേഴ്സൺ കോറിലേഷൻ, റിഗ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ. അതല്ലാത്ത മറ്റു ടെസ്റ്റുകളും എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, സി ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം വരുന്നത്, അതെല്ലാമാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ. ഇനി നമ്മൾ നോൺ പാരാമെട്രിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്
പാരാമെട്രിക് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ, ഫിക്സ്ഡ് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനും ആവശ്യമില്ലാത്ത, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ആവശ്യമില്ലാത്ത, അങ്ങനെ പാരാമെട്രിക് അസംഷൻ അതിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന, അങ്ങനെ പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലാത്ത ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് കീ അസംഷൻ, നോൺ അസംഷൻ അബൌട്ട് നോർമാലിറ്റി. നോർമാലിറ്റിനെ കുറിച്ച് ഒരു അസംഷനും അവിടെ ആവശ്യമില്ല. അവിടെ ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വർക്ക്സ് ഫോർ സ്മാൾ സാമ്പിൾ സൈസ്. മറ്റൊടത്ത് നമ്മൾ പറഞ്ഞു ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കണം, 30 മുകളിലുള്ള സാമ്പിൾ സൈസ് ആയിരിക്കണം എന്നുള്ളത്. സ്മാൾ സാമ്പിൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഓർഡിനൽ ഓർ നോമിനൽ ഡാറ്റ, നോമിനൽ ഡാറ്റയോ ഓർഡിനൽ ഡാറ്റയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്കെയിലുള്ള ഡാറ്റ ആയിരിക്കും നോൺ പാരാമെട്രിക് ടെസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോർ റോബസ്റ്റ് വെൻ ഡാറ്റ ഹാസ് ഔട്ട്ലേയേഴ്സ് ഓർ സ്ക്യൂഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്ലേയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഔട്ട്ലേയേഴ്സിന്റെ പ്രസൻസ്, സ്ക്യൂ ഡാറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ അറിഞ്ഞിരിക്കുക, മറ്റൊടുത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ പാരാമെട്രിക് ടെസ്റ്റും അങ്ങനെ പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ നോർമാലിറ്റിനെ കുറിച്ച് അസംഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഒന്ന് മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ്. മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി ടെസ്റ്റിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്നുള്ളത്. കമ്പയർ ടു ഗ്രൂപ്പ്സ് വിത്തൗട്ട് നോർമാലിറ്റി അസംഷൻ. ക്രുസ്കൽ വാലിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അനോവക്ക് പകരമായിട്ടുള്ള, അനോവയുടെ അൾട്ടർനേറ്റീവ് ആണ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞ അനോവ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു മോർ ദാൻ 2 ഗ്രൂപ്പ്സിന്റെ മീൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. ദെൻ വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്നുള്ളതാണ് അൾട്ടർനേറ്റീവ് ടു പെയർഡ് ടി ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്നുള്ളതാണ് പിയേഴ്സൺ കോറിലേഷൻ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ ടെസ്റ്റ് എന്നുള്ളത്. മെഷേഴ്സ് അസോസിയേഷൻ ഫോർ ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റയ്ക്ക് ഇടയിലുള്ള അസോസിയേഷൻ എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പിയർമാൻ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്നുള്ളതാണ്. അടുത്ത് ചെക്സ് ഫോർ അസോസിയേഷൻ ബിറ്റ്വീൻ കാറ്റഗോറിക്കൽ വേരിയബിൾസ്. കാറ്റഗോറിക്കൽ വേരിയബിൾസിന്റെ അസോസിയേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്നുള്ള ഈ ഒരു ടെസ്റ്റ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റ്, എന്തൊക്കെയാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളത്, എന്തൊക്കെ ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ളത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ. ടി ടെസ്റ്റ് എവിടെയൊക്കെയാണ് യൂസ്ഫുൾ ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പയറിംഗ് 2 ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ. മീൻസുകൾക്കിടയിൽ 2 ഗ്രൂപ്പിന്റെ മീൻസിനിടയിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മോർ ദാൻ 2 ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ. 2ൽ കൂടുതൽ ഗ്രൂപ്പുകൾക്കിടയിൽ മീൻസിനിടയിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഇനി എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എന്താണ് ഇതിന്റെ ആൻസർ? ടി ടെസ്റ്റ് എവിടെയാണ് യൂസ്ഫുൾ ആവുന്നത്? എവിടെയാണ് ടി ടെസ്റ്റ് യൂസ്ഫുൾ? യെസ്, എ എന്നുള്ളൊരു ഓപ്ഷൻ. കമ്പയറിംഗ് 2 ഗ്രൂപ്പ്സ്. കമ്പയറിംഗ് 2 ഗ്രൂപ്പ്സ് സീ വെദർ ദെയർ മീൻസ് ഡിഫർ. 2 ഗ്രൂപ്പുകൾക്കിടയിലുള്ള മീൻസ് ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് മോർ ദാൻ 2 ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടി ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ് ടെസ്റ്റ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2ൽ കൂടുതൽ ഗ്രൂപ്പ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജെൻഡർ എന്ന് പറയുന്നതിന് ഒരു 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3ൽ കൂടുതലോ 2ൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ മീൻ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ്. സോ ഈ ഒരു ഏരിയയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത്. സോ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.